ഇന്ന് ഈ 1 മണിക്കൂർ സമയത്ത് ദൈവത്തിന്റെ വചനം പഠിക്കേണ്ടതിന് നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലെ ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 1 വേഴ്സ് 7 വായിക്കാം. അടിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ വിവിധ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നെണ്ണുവിൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. നമ്മൾ വളരെ ദുർഘടമായ പ്രതിസന്ധികളുടെ നടുവിലാണ് ജീവിക്കുന്നത്. കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ ലോകത്തെ മുഴുവൻ വളരെ കാര്യമായി ബാധിക്കുകയും അനേകരെ അവരുടെ ജീവിത മാർഗങ്ങളിൽ നിന്ന് അകറ്റി മാറ്റുകയും ഈ ലോകത്തുനിന്ന് തന്നെ അനേകർ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വളരെ ആളുകൾ അനാഥത്വവും വേദനയും ജോലി നഷ്ടവും ഒക്കെ അനുഭവിക്കുന്ന വളരെ ദുരന്തകരമായ സാഹചര്യത്തിന് നടുവിലാണ് നമ്മൾ. 1 മാസം കൊണ്ട് തീരും, 1 വർഷം കൊണ്ട് തീരുമെന്നൊക്കെ വിചാരിച്ചത് ഇത് എത്ര നാൾ തുടരും എന്നൊന്നും പറയാനും കഴിയാത്തൊരവസ്ഥയിലേക്ക് സംഗതികൾ എത്തി. എന്താണ് ഇങ്ങനെ ദൈവം അനുവദിച്ചത്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഇത് കൂടി വരുന്നത്? പല സ്ഥലത്തും ഒന്ന് കുറഞ്ഞു വരുന്നു എന്ന് വിചാരിക്കുമ്പോഴേക്കും വീണ്ടും ഇത് വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ടാണ് പാസ്റ്റേഴ്സും വിശ്വാസികളും അനേകം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്? ദൈവം അനുവദിക്കാതെയാണോ? ദൈവത്തിന്റെ കൺട്രോളിൽ അല്ലാതെ എന്തെങ്കിലും ഈ ഭൂമിയിൽ സംഭവിക്കുമോ? പിശാച് പ്രവർത്തിക്കുന്നതാണോ? എന്താണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉത്തരമാണ് നമ്മൾ ഇന്ന് വായിച്ച 2 വാക്യങ്ങൾ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ഏറിയ പൊന്നിനേക്കാളും വിലയേറിയതാണ്. അപ്പോൾ വിശ്വാസം വിലയേറിയതാണ് എന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസത്തിന്റെ എക്സാമിനേഷൻ ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം ശരിയാണോ? വിശ്വാസം ഉണ്ടോ? വിശ്വാസം ശരിയാണോ? 2 ടെസ്റ്റുകളാണ് സാധാരണ വിശ്വാസത്തെ സംബന്ധിച്ചുള്ളത്. ഒന്നാമത്തെ ടെസ്റ്റ് വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ്. 2ാമത്തെ ടെസ്റ്റ് വിശ്വാസം ശരിയാണോ? ഉണ്ട്, പക്ഷെ അത് ശരിയായ വിശ്വാസമാണോ എന്ന്. ഈ 2 പരിശോധനകൾ, അത് മലയാളത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന എന്ന് എഴുതിയിരിക്കുന്ന, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ദ ടെസ്റ്റഡ് ജെന്യൂൻനെസ് ഓഫ് യുവർ ഫെയ്ത്ത്, പരിശോധിച്ച് ഉറപ്പാക്കപ്പെട്ട നിങ്ങളുടെ വിശ്വാസത്തിന്റെ ജെന്യൂൻനെസ്, അതായത് യഥാർത്ഥമായി ഉചിതമെന്ന്, കറക്റ്റെന്ന്, സത്യമെന്ന് തെളിയിക്കപ്പെട്ട നിങ്ങളുടെ വിശ്വാസം. അപ്പോൾ യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും സ്ഥിരതയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ വിശ്വാസത്തിൽ നേടിയെടുക്കേണ്ട സ്റ്റെബിലിറ്റിയെ കുറിച്ച്. സ്ഥിരമായൊരു വിശ്വാസം, ഇടയ്ക്ക് വലഞ്ഞു പോകാത്ത ഫെയ്ത്ത്. സാധാരണഗതിയിൽ വിശ്വാസം ഉണ്ടോ എന്നുള്ള പരിശോധന നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും വിശ്വാസം ജെന്യുവിൻ ആണോ എന്നുള്ള പരിശോധന പലപ്പോഴും നമ്മൾ നേരിടാറില്ല. വിശ്വാസം ഉണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കപ്പെടുന്നുണ്ട്. എപ്പോഴും പ്രവാചകന്മാർ ചോദിക്കാറുണ്ട്, എപ്പോഴും പാസ്റ്റർമാർ പറയാറുണ്ട്, വിശ്വസിക്കുക, ദൈവം പ്രവർത്തിക്കും, അടുത്ത ആഴ്ച പ്രവർത്തിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം പ്രവർത്തിക്കും, അല്ലെങ്കിൽ ഈ വർഷം തീരുന്നതിന് മുമ്പ് പ്രവർത്തിക്കും, ഈ മാസം തീരുന്നതിന് മുമ്പ് പ്രവർത്തിക്കും. ഇതൊക്കെ കേട്ട് ഇതൊക്കെ നടക്കുകയില്ലയോ? അതോ ഇനി എന്റെ കുഴപ്പം കൊണ്ടാണോ? ഞാൻ മാനസാന്തരപ്പെടാത്തതുകൊണ്ടാണോ? ഞാൻ ശരിയാകാത്തതുകൊണ്ടാണോ? കർത്താവ് ഇങ്ങനെ നോക്കിയിരിക്കുവാണോ? ഞാൻ ശരിയാകാലെന്ന് കർത്താവിന് നേരത്തെ അറിയത്തില്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ശരിയാവുമോ? ശരിയായാൽ എന്തോരം ശരിയാവും? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. ഇപ്പൊ വിശ്വാസം ഉണ്ടോ? കുറെ കഴിയുമ്പോൾ വിശ്വാസം ക്ഷയിച്ച് നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുമെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അത് ഫീൽ ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും. ഇതാണ് ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം.
അത് പലപ്പോഴും നമ്മൾ ചുറ്റുപാടുകളിൽ നിന്നെല്ലാം തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ അത്ര പ്രയാസമില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആകുല ചിന്ത ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ കുറവുണ്ടെന്നാണ്. നമ്മുടെ ഉള്ളിൽ ഉറപ്പ് നഷ്ടപ്പെടുന്ന നമുക്ക് പലപ്പോഴും അറിയാൻ കഴിയും. എന്നാൽ വിശ്വാസം ജെന്യുവിൻ ആണോ എന്നുള്ള പരിശോധന, അതായത് എനിക്ക് ഫെയ്ത്ത് ഉണ്ട്, പക്ഷെ ഫെയ്ത്ത് ദൈവികമാണോ, ആത്മാവ് തന്നതാണ്, അതോ അത് സാധാരണ എല്ലാ മതങ്ങളിലുമുള്ള ഒരു സാധാരണ വിശ്വാസമാണ്, അതോ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ ഉരുവാക്കിയതാണോ? ഈ പരിശോധനയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധന, അതായത് സ്ഥിരത ഉളവാക്കുന്ന, വിശ്വാസത്തിന്റെ സ്ഥിരത ഉളവാക്കുന്ന ഈ പരിശോധന, ആ പരിശോധന വളരെ പ്രഷ്യസ് ആണ്. അത് കഷ്ടതയുടെ തീയിലൂടെ കടന്ന് പരിശോധിക്കപ്പെടുന്ന പോലെയാണ്. ആ തീച്ചൂളയുടെ നടുവിലാണ് ആ പരിശോധനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്. ഇന്നലെ മിനിയാന്നുമായിട്ട് നടന്ന 2 സംഭവങ്ങൾ ഈ വിശ്വാസത്തിന്റെ പരിശോധനയുടെ ഒരു തലം. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് കൂടുതൽ കഥകൾ പറയുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. കഥകളല്ല, സാക്ഷ്യങ്ങളാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു സഹോദരൻ, വളരെ സ്ട്രോങ് ഫെയ്ത്ത് ഉള്ള, കർത്താവിനെ വളരെ ക്ലോസ് ആയിട്ട് അനുഗമിക്കുന്ന ഒരു സഹോദരൻ. അദ്ദേഹം കോവിഡ് പോസിറ്റീവായിട്ട് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റൽ ICUയിൽ അഡ്മിറ്റാണ്. 15 ലിറ്റർ ഓക്സിജൻ ആണ് ഒരു മിനിറ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടേഴ്സ് പറയുന്നത് അതാണ് മാക്സിമം ലിമിറ്റ്, ഇനി കൂടുതൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം 2 ദിവസം എന്നെ ഫോണിൽ വിളിച്ചു. ഞാൻ അങ്ങോട്ടാണ് വിളിച്ചത്. ഫോണില് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, ഭയങ്കര വേദനയായിരുന്നു, കരയായിരുന്നു. അപ്പോ നമുക്ക് വേണമെങ്കിൽ ആശ്വസിപ്പിക്കാം, സാരമില്ല, ദൈവം നോക്കിക്കോളും. പക്ഷെ അങ്ങനെ ആശ്വസിപ്പിച്ച പലരും ഇപ്പൊ ഇല്ല. ഉള്ള സത്യം പറഞ്ഞു, ഇതാണ് സത്യം. ഞാൻ അവരെ ആശ്വസിപ്പിക്കും, ഇങ്ങനെ ആശ്വസിപ്പിക്കാം, ദൈവം പ്രാർത്ഥന കേൾക്കും സിസ്റ്ററെ, ദൈവം പ്രിയ സഹോദരനെ മടക്കിക്കൊണ്ടുവരും എന്ന് പറഞ്ഞ് തൽക്കാലം ആശ്വസിപ്പിച്ചാൽ നാളെ അങ്ങനെ അല്ല സംഭവിക്കുന്നെങ്കിൽ പറയുക. കാരണം ഇന്ന് നമ്മൾ ഏറ്റെടുത്തതും ബലം പിടിച്ചതും ഇതാ വന്നു എന്ന് പറഞ്ഞ ഒന്നും വന്നില്ല. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ പരിശോധന ആദ്യത്തെ പരിശോധന നമ്മുടെ വ്യത്യാസം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പം ഈ സഹോദരി എന്നെ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദൈവം ഭയങ്കര ഒരു റെസ്റ്റ് തന്നു, എന്റെ ഹൃദയം സ്വസ്ഥമായിരിക്കും. ഞാൻ എങ്ങനെയാ അത് കിട്ടിയത്? ഞാൻ ആലോചിച്ച് നോക്കിയപ്പം എന്റെ ഭർത്താവ് കർത്താവിനോട് വളരെ അടുത്ത് ജീവിച്ചു. എല്ലാ സമയത്തും അവന്റെ കൂടെ നടന്നു. കർത്താവിനെ കുറിച്ചല്ല ഒന്നും ഞങ്ങളോട് സംസാരിക്കാറ് പോയിട്ട്. ഈ നിമിഷം അങ്ങ് പോയാലും കർത്താവിന്റെ മടിയിലേക്ക് പോകും. തിരിച്ചു തന്നാലും മറിച്ചു പോയാലും എങ്ങോട്ട് പോയാലും കർത്താവിന്റെ അടുത്തേക്കല്ലേ പോകും. അത് ഞങ്ങളെ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് സന്തോഷം? അതുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്വസ്ഥത, നല്ല ചിരിച്ച് സന്തോഷമായിട്ട് വർത്താനം. വൈകിട്ട് ഒരു 7 മണിയായപ്പോൾ, 7:15 ഞങ്ങളുടെ ചർച്ചിന്റെ ബൈബിൾ സ്റ്റഡി നടക്കുന്ന സമയത്ത്, ഇന്നലെയല്ല മിനിയാണ്, അതോ ഇന്നലെയാണ് മിനിയാന്നത്. അവന്റെ ഓർമ്മയൊക്കെ വളരെ കുറവാണ്. അദ്ദേഹം എന്റെ വൈഫിനെ വിളിച്ചു. അദ്ദേഹം എവിടെ നിന്ന്? ICUവിൽ നിന്ന് ഫോൺ എടുത്ത് വിളിച്ചു. എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബൈബിൾ മെസ്സേജ് ഇടയ്ക്ക് നിർത്തിയിട്ട് അദ്ദേഹമായിട്ട് ICUവിൽ ഫോണിൽ സംസാരിച്ചു. അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, കർത്താവ് എന്നെ ശ്വാസം വിടാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ പിള്ളേർ അക്ഷരം പഠിക്കുന്ന പോലെ വളരെ കഷ്ടപ്പെട്ടത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഫെയ്ത്തിന്റെ പരിശോധനയാണ്. കർത്താവ് നോക്കുന്ന ഫെയ്ത്ത്
നിത്യമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ എന്തുമാത്രം ഉറപ്പുണ്ട് എന്നുള്ള ഫെയ്ത്താണ്. അല്ലാതെ നമ്മുടെ പ്രശ്നം മാറുമോ ഇല്ലയോ എന്നുള്ള ഫെയ്ത്തല്ല. മാറിയാലും മാറിയില്ലെങ്കിൽ എന്റെ അവകാശം ആർക്കും എടുക്കാൻ പറ്റാത്തതാണ് എന്നുള്ള ഫെയ്ത്ത്. ഈ പരിശോധനയാണ് ലോകം മുഴുവൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിശോധനയിൽ നമ്മൾ ജയിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഇരുന്നോട്ടെ, ഉത്തരവൊന്നും പറയേണ്ടത്. നേരിട്ടല്ലാത്തത് എന്റെയും നിങ്ങളുടെയും ഭാഗ്യം. ഇപ്പൊ കർത്താവ് വന്ന സ്വർഗത്തിൽ പോകുമെന്ന് ഇങ്ങനെ ഒരു ഉറപ്പുണ്ടോ? ആ ഉറപ്പുണ്ടെങ്കിൽ അതാണ് ഫെയ്ത്ത്. ആ ഫെയ്ത്ത് ഉള്ള ആൾക്ക് ഇവിടെ ജീവനോ മരണമതോ ഏതായാലും സമ്മതം താൻ. കാരണം ആ ഉറപ്പുള്ളവർക്ക് ഇവിടെ ഉള്ളതൊന്നും പ്രശ്നമില്ല. ഇന്ന് സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ ഒരു ഫെയ്ത്താണ്. പണ്ട് നമ്മുടെ പാട്ടുകളിലെല്ലാം അതുണ്ടായിരുന്നു. ഇപ്പൊ സിസ്റ്റർ പാടിയ പാട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഐ വാസ് വെരി ഹാപ്പി ആൻഡ് വാസ് റിജോയ്സിങ് ഓവർ ദാറ്റ് സോങ്. വളരെ അപൂർവമായിട്ടാണ് നിത്യതയെക്കുറിച്ചുള്ള ഒരു ഞരക്കമോ പ്രാർത്ഥനയോ പാട്ടോ നമ്മളിപ്പോ കേൾക്കുന്നു. ഒരു സംഭവം കൂടെ പറയാം. അത് ഇന്നലെ വൈകിട്ട് നടന്നു. ഞങ്ങളുടെ ചർച്ചിലെ ഒരു മോള്, ഞാൻ സ്ഥാനപ്പെടുത്തിയ ഒരു കുട്ടി, അവൾക്ക് കുടുംബവും ഒരു മോനുണ്ട്. മോനൊരു 6 വയസ്സ് 7 വയസ്സുണ്ട്. ആ കുട്ടിക്ക് 2 ആഴ്ചയായിട്ട് തീരെ സുഖമില്ല. ഇന്ന് ഡോക്ടർ ഒരു സ്കാനിങ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈ സുഖമില്ലാതെ വളരെ ക്ഷീണിച്ച് തളർന്ന് കിടക്കുന്ന ഈ കൊച്ചിനെ നോക്കി അപ്പൻ പറഞ്ഞു, മോനെ നീ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളല്ല, പൊട്ടിയട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഈ മോൻ പറയാണ്, പപ്പ ഞാൻ മരിച്ചാലും പോയാലും കർത്താവിന്റെ മടിയിലേക്ക് പോകും. പക്ഷെ എന്റെ അടുത്തേക്ക് പപ്പ വരില്ലല്ലോ എന്നുള്ളതാണ് എന്റെ വിഷമം. കാരണം പപ്പ യേശുപ്പച്ചനെ വിശ്വസിക്കുന്നില്ല. എനിക്ക് തകർന്നുപോയി. ഈ അമ്മ എന്നോട് ഫോൺ ചെയ്ത് പറയുക, അങ്കിളെ എനിക്ക് ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? അവൻ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞാൻ അതിൽ ഉത്കണ്ഠപ്പെടാൻ പാടുണ്ടോ? കാരണം ഒരമ്മയെ സംബന്ധിച്ച് ഇതിൽ കൂടുതൽ എന്ത് ആണ് ഒരു അമ്മയ്ക്ക് വേണ്ടത്? The faith produced in a child. നമ്മൾ ഇവിടെ കിടന്ന് നിലവിളിയാ, അപ്പുറത്തെ പറമ്പിലെ മടല് എന്റെ പറമ്പിൽ വീഴുന്നതിൽ നിന്ന് വിടുതൽ തരണമെന്നും പറഞ്ഞു. We have lost the whole thing. നമ്മൾ പ്രാർത്ഥിക്കുന്നതും നിലവിളിക്കുന്നതും ബഹളം വയ്ക്കുന്നതും എല്ലാം അതൊന്നും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല. പോയാ പോട്ടെ, എന്തിനാ ഈ നശിച്ചു പോകുന്നതിന്റെ പുറകെ നടക്കുന്നത്? കർത്താവ് ഇത്രയും വലിയ വടി കൊണ്ടുവന്ന് ഈ ഭൂമിയുടെ നടുക്ക് വെച്ചിട്ടും നമുക്ക് ഇന്നും ഈ നശിച്ചു പോകുന്ന ഭൂമിയോടുള്ള കൊതി മാറാതെ ഇവിടെ കിടന്ന് വെപ്രാളപ്പെടുന്നതിന് പകരം ദൈവത്തോട് പറയാം, കർത്താവെ, ഞാനും എൻ്റെ മോഹങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ തന്നെയും മരിച്ചു. ഇനി നീ എന്നിൽ ജീവിക്കുന്നതല്ലാതെ വേറൊരു ജീവനെ കുറിച്ചും ഓർമ്മയോ ബോധവും ഉള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്റ്റോറി കൂടെ പറയാം. ഇതെല്ലാം ഞങ്ങളുടെ സഭയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു സഹോദരി ഹിന്ദു വിശ്വാസത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നു. ഭർത്താവ് ഒരു മകൻ. ഭർത്താവ് 8 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തു, ക്രിസ്തുവിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിക്കും. 8 മാസം സമയം. അതിൽ അഡ്വൈസ് ചെയ്തു, അമ്പലത്തിൽ പോയി വിളക്ക് കത്തിച്ചോ, യേശുവിനെ ഓർത്താൽ മതി. മനസ്സില്ല. ഈ സഹോദരനോട് പറഞ്ഞു, പാസ്റ്റർ, എന്റെ വിഷമം ഈ മനുഷ്യനോടുള്ള സ്നേഹം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ മുകളിലായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാ പറഞ്ഞു. 8 മാസം കഴിഞ്ഞ് ഈ മനുഷ്യൻ വീട്ടിൽ വന്നു. അദ്ദേഹത്തിന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, യേശുവിനെ തള്ളി പറയാതെ വീട്ടിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല, ഇവിടെ വിളക്ക് വെക്കണം, അമ്പലത്തിൽ എന്നോട് വരണം. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, എനിക്ക് ബൈബിൾ വേണ്ട, ചർച്ചിൽ പോകുന്നില്ല, ഈ വീട്ടിനകത്ത് ഞാൻ ഇരുന്നോളാം, ഞാൻ ഹൃദയത്തിൽ പ്രാർത്ഥിച്ചോളാം.
പക്ഷേ എന്റെ ഹൃദയത്തിൽ വചനമുണ്ട്. എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനുള്ള വചനം എന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ബൈബിൾ വേണ്ട, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒന്നും വേണ്ട. നിങ്ങൾ പറയുന്ന എല്ലാം കേട്ട് ഫോൺ പോലും വിളിക്കാതെ ഞാൻ ഈ വീടിനകത്ത് കിടന്നോളാം. പക്ഷെ അമ്പലത്തിൽ പോകാനോ വിളക്ക് കത്തിക്കാനോ നിർബന്ധിക്കുന്നു. പുള്ളി പറഞ്ഞു, നോ എക്സ്ക്യൂസ്, ഇറങ്ങിക്കോ. മകനെ വിട്ടിട്ട് ഇറങ്ങി. അപ്പൊ പലരും പറഞ്ഞു, അമ്പലത്തിൽ പോ, ജസ്റ്റ് കർത്താവിനെ ഓർക്ക്, എന്നിട്ട് അവിടെ ഉള്ളതിനെ ശാസിച്ചിട്ട് പോരെ. പുള്ളിക്കാരി പറഞ്ഞു, കർത്താവിന് വേണ്ടി നിൽക്കാൻ ഒരു അവസരം കർത്താവ് തന്നാൽ നിന്നില്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്തു. മകൻ വേണോ കർത്താവ് വേണം? മകൻ 6 വയസ്സ്, 5.5 വയസ്സ്. ഭർത്താവ് വേണോ കർത്താവ് വേണം? അവസാനം ഇറങ്ങാൻ തീരുമാനിച്ചു. ഒരു വീട് ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ സഭയായിട്ട് വാടകയ്ക്ക് എടുത്തു. അവർ വേറെ എങ്ങും വരാൻ തയ്യാറില്ലായിരുന്നു. കാരണം ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു, ഭർത്താവിന്റെ പറഞ്ഞു, എപ്പോൾ വിളിച്ചാലും ഞാൻ വന്നോളാം, വീടിന്റെ 2 കിലോമീറ്റർ ഉള്ളിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. അതിന്റെ കൂടെ അവരുടെ അമ്മയും ഇറങ്ങി. അവരൊരു സെപ്പറേറ്റ് വീടെടുത്ത് താമസിച്ചു. വിശ്വാസത്തിന്റെ പരിശോധന. ഫാമിലി ലോസ്റ്റ്. പോരാൻ നേരത്തെ ഏതായാലും ഭർത്താവ് ഒരു കാര്യം ചെയ്തു, മോനെ കൂടെ കൊണ്ടുപോയിക്കോ. ദീസ് ആർ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട്. വിശ്വാസത്തിന്റെ പരിശോധന. എന്തുമാത്രം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അവർ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കും, വെയിറ്റിംഗ് ഫോർ ഹിം ടു കം. അപ്പോൾ അഗ്നിയുടെ ശോധനയിലൂടെ കടന്നു പോകാതെ നമ്മുടെ വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കപ്പെടുവാൻ സാധിക്കും. ഈ ഒരു പരിശോധനയാണ് നമ്മുടെ വിശ്വാസത്തെ സ്ഥിരമാക്കുക. ഞാനിത് പറയാൻ കാരണം, ഇന്ന് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ മോഹിക്കുന്നതിന്റെ എല്ലാം ഉറപ്പും, ഇല്ലാത്ത കാര്യങ്ങൾ പിടിച്ചു മേടിക്കാനുള്ള നിശ്ചയമാണ്. മോഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയമല്ല, പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം. ഈ വിശ്വാസമാണ് ഇന്ന് പരിശോധിക്കപ്പെടുന്നത്. നിന്റെ മകനെ ഒരു ഡോക്ടർ ആക്കുന്നതായിട്ട് ദൈവാത്മാവ് കാണിക്കുന്നു. ഡോക്ടർ എന്തിനാകുന്നത്? എന്തിനാ? ദൈവരാജ്യത്തിന് എന്താ പ്രയോജനം? പരിശുദ്ധാത്മാവിന് എന്തിനാ 2 പേരെ ഡോക്ടർ ആക്കണം എത്ര ആഗ്രഹം? എന്താ ആഗ്രഹം? ഒരാളെ കളക്ടർ ആക്കിയിട്ട് പരിശുദ്ധാത്മാവിന് ദൈവരാജ്യത്തിന് എന്ത് പ്രയോജനം? നമ്മുടെ മോഹങ്ങൾ അതില്ല. നമ്മുടെ മോഹങ്ങൾക്കനുസരിച്ച് നമ്മളെ നടത്തുന്നതല്ല ദൈവത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മളെ നടത്തും. ഇവിടെയാണ് വിശ്വാസത്തിന്റെ നല്ല പോലെ പോരാടാതെ നമ്മൾ ലോകത്തിന്റെ മോഹങ്ങളെ സാധിക്കാൻ വേണ്ടി വിശ്വാസത്തെ ദുർവിനിയോഗം ചെയ്യുന്നത്. ഇന്ന് പെന്തക്കോസ്തിനെ മുഴുവൻ വ്യാപരിച്ചിരിക്കുന്നത് ഉപജീവന ചിന്തകളെ കുറിച്ചുള്ള ഫെയ്ത്താണ്. ഈ ഫെയ്ത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫെയ്ത്ത്, അതായത് ദൈവം എനിക്ക് ആഹാരം തരും, ദൈവം എന്നെ ശത്രുക്കളെ ഇടയിൽ എന്നെ നടത്തും, ദൈവം എന്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി നോക്കിക്കോളും, ദൈവം എന്റെ വീടിന് ചുറ്റും എന്താ രക്തക്കോട്ടയ്ക്കുള്ളിൽ പിന്നെ അതിന്റെ കൂടെ വേറൊരു തമാശ കൂടെ ഉണ്ട്. ഞായറാഴ്ച വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം അനേകം ആളുകൾ ഈ ഭൂമി വിട്ട് നിന്റെ രാജ്യത്തിലേക്കും നിന്റെ വീട്ടിലേക്കും നീ വിളിച്ചുകൊണ്ട് പോയി. എന്നെ മാത്രം ഇവിടെ വിട്ടതിന്, നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാതെ ഇവിടെ ഇട്ടതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്ന് പറഞ്ഞ് ആരാധിപ്പിക്കുന്നവര്, അങ്ങനെ പറഞ്ഞ് ആരാധിക്കുന്നവര് ദൈവം ഉയരത്തിൽ നോക്കുമ്പോൾ കർത്താവിന്റെ വീട്ടിലേക്ക് പോകാൻ പറ്റാഞ്ഞതിൽ സന്തോഷിച്ച ആരാധിച്ച്, നമുക്കെല്ലാം പ്രാണഭയം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നാലും പോകാതെ ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ്. ആത്മാവിനാല വരുന്നത്. ക്രിസ്തു പറയും, ക്രിസ്തു ഇങ്ങനെ പ്രൊഫസൈ ചെയ്യും. ഓക്കെ,
ഈ രണ്ട് തരത്തിലുള്ള ഫെയ്ത്ത് നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത രണ്ട് തരത്തിലുള്ള, ഒന്ന് ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലുമുള്ള ഒരു കോമൺ ഫെയ്ത്ത് ആണ്. ഹിന്ദു ആയാലും സായിബാബയെ വിളിക്കുന്നവരായാലും മാതാ അമൃതാനന്ദമടുത്ത് പോകുന്നവരായാലും അയ്യപ്പനെ കാണാൻ പോകുന്നവരായാലും എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ഉണ്ട്. ആ ഫെയ്ത്തിനെയാണ് നമ്മൾ കാര്യസാധ്യം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. പിന്നെ എന്താ നമ്മുടെ പ്രയോഗങ്ങള്? വിളിച്ചാൽ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്തവൻ, അല്ലെ? യൂറേസ് ഉണ്ണാളിനെ കുറിച്ചും അങ്ങനെ പറയുന്നു. ഈ ഫെയ്ത്ത് യേശുക്രിസ്തുവിലായി എന്നുള്ളത് അതേ ഫെയ്ത്ത് തന്നെയാണ് ഉപജീവനം, അനുദിന ജീവിതം. ഈ ഫെയ്ത്തിന്റെ കണ്ടന്റ് നമ്മൾ കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത് എല്ലാം ജീവിച്ചു പോകാൻ വേണ്ടിയും ജീവിതത്തിലുള്ള കഷ്ടങ്ങൾ മാറാൻ വേണ്ടിയും ഞാൻ ഇത്തിരി കൂടി പോകുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ നിങ്ങളെ ആരെയും എനിക്കറിയില്ല. ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് ജോയിൻ ചെയ്തത്. നിങ്ങൾ എന്താ പ്രാർത്ഥിച്ചതൊന്നും ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇടയ്ക്ക് ശ്രദ്ധിച്ചുള്ളൂ. ഇവിടെ ഒരു ഫോൺ കോൾ ഇടയ്ക്ക് വന്നുകൊണ്ടിരുന്നോണ്ട് ഞാൻ ബിഗ് ബിസി. ഞാൻ പക്ഷെ പറയാണ്, ഈ രണ്ട് തരത്തിലുള്ള ഫെയ്ത്തിൽ ഒരു ഫെയ്ത്ത് എന്ന് പറയുന്നത് ടോട്ടലി ലോകസംബന്ധമായതാണ്. ആ ടോട്ടലി ലോകസംബന്ധമായ ഫെയ്ത്തിനകത്ത് വരുന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾ മാറണം, മാറിയാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ, കോവിഡ് മാറിയാലേ നമ്മുടെ ബിസിനസ് ശരിയാവുള്ളൂ. ഓക്കെ, ദാറ്റ്സ് ട്രൂ ഫോർ ഹിന്ദു, ദാറ്റ്സ് ട്രൂ ഫോർ മുസ്ലിം, ദാറ്റ്സ് ട്രൂ ഫോർ എൻ അൺബിലീവർ, ദാറ്റ്സ് ട്രൂ ഫോർ എ ക്രിസ്ത്യൻ ഓൾസോ. അതേ ഫെയ്ത്ത് എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ വിശ്വാസിയാകുന്നില്ല. അത് വേറെ രീതിയിൽ പറഞ്ഞാൽ, തലവേദന വന്നാൽ കർത്താവ് മാറ്റും എന്നുള്ള വിശ്വാസം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോവില്ല, തലവേദന മാറും. അത്രയും പ്രയോജനം എനിക്ക് അതുകൊണ്ടുള്ളൂ. എന്റെ കടഭാരങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നല്ല കാര്യം, കടഭാരം മാറും. സ്വർഗത്തിൽ പോകാൻ ആ ഫെയ്ത്ത് പോരാ. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി രക്ഷപ്പെടാൻ അതിന് കൊള്ളാം ആ ഫെയ്ത്ത്. ഗുഡ്. എനിക്ക് എന്റെ ക്യാൻസർ ഒരു എക്സാമ്പിൾ പറയാം. ആ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഇതിന്റെ ഒരു ഗുട്ടൻസ് പിടികിട്ടും. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നത്? ഇത് ഖത്തറിൽ നടന്ന ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സംശയമുണ്ട്, ഈ ഫെയ്ത്തിന്റെ ക്ലാരിഫിക്കേഷൻ. രണ്ട് ഫെയ്ത്ത്. അവരുടെ ചർച്ചിൽ ക്യാൻസർ ആയിട്ട് 4th സ്റ്റേജിൽ പാലിയേറ്റീവ് കെയറിലുള്ള ഒരു സിസ്റ്ററുണ്ട്. അപ്പൊ ഈ സിസ്റ്ററെ കാണാൻ പോകാൻ ഇവർ തീരുമാനിച്ചു. പാസ്റ്ററുടെ ഫാമിലി, ഇവരുടെ ഫാമിലി എല്ലാം കാണാൻ പോകാൻ. അപ്പൊ ഈ സഹോദരി പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, നമ്മൾ പോയി കാണാൻ പോകുന്ന വീട്ടിലെ സുഖമില്ലാത്ത സഹോദരി നല്ല വിശ്വാസത്തിൽ തന്നെയാണോ, ധൈര്യത്തോടെ ഇരിക്കുവാണോ, അതോ ആകെ പ്രതിസന്ധിയിലാണോ, എന്താണ് അവരുടെ ആത്മീക അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നല്ല ധൈര്യമാണ്, ഒരു പ്രശ്നമില്ല, നല്ല വിശ്വാസത്തോടെ സംസാരിക്കുന്നത്. ഇവര് പോയി ചെന്ന് കഴിഞ്ഞപ്പം ഈ ചെന്ന സഹോദരി കിടക്കുന്ന സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നമ്മൾ എല്ലാവരും കർത്താവിന്റെ അടുത്തോട്ട് ഇന്നല്ലെങ്കിൽ നാളെ പോയേ പറ്റുള്ളൂ. നിങ്ങളാണോ ഞാനാണോ തിരിച്ചു പോകുന്ന വഴിക്ക് എനിക്കും വേണ്ടത്. ദൈവം ആരെയാണ് എപ്പോഴാണ് വിളിക്കുന്നതെന്നൊന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് പ്രത്യാശ ഉണ്ടെങ്കിൽ നമുക്ക് അത് മതി. ഉടനെ പാസ്റ്റർ പറയാ, സഹോദരി, നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? പുള്ളിക്കാരി ഞെട്ടിപ്പോയി. പാസ്റ്റർ ചോദിക്കുക, അവരുടെ ഉള്ള വിശ്വാസവും കൂടെ നിങ്ങൾ എടുത്തു കളയുവാണോ? അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, വിശ്വാസം എന്ന് അവർ ഉദ്ദേശിച്ചത് ഈ അവസാന നിമിഷവും ക്യാൻസർ വിട്ട് എഴുന്നേക്കുന്നതിനെ കുറിച്ച് പാസ്റ്ററും ഈ കിടക്കുന്ന സഹോദരിയും ചിന്തിക്കുന്നുള്ള കാര്യം. അതായത് ആ ഫെയ്ത്താ, അല്ല സ്വർഗത്തിൽ പോകുന്നുള്ള ഫെയ്ത്ത് അല്ല. അപ്പൊ പ്രത്യാശയെ കുറിച്ച് കേൾക്കുമ്പോൾ പേടിയാ. നിങ്ങൾ ആലോചിക്കുക, കിടന്ന് രോഗശയ്യയിൽ കിടക്കുന്ന ഒരാളോട് സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിക്കൊള്ളാൻ പറഞ്ഞാൽ അവരെന്താ പറയും? പേടിച്ചു പോകും. കാരണം അവരുടെ ഫെയ്ത്ത് സ്വർഗത്തിൽ പോകണം എന്നുള്ളതല്ല, ഇത് വിട്ട് എഴുന്നേക്കെന്നുള്ളതാണ്. ഇത് വിട്ട് എഴുന്നേറ്റിട്ട് ഈ മണ്ണിൽ എന്നാ ചെയ്യാന്? ഈ മണ്ണും ഭൂമിയും നമുക്ക് അനുകൂലമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഓരോ ദിവസം ചെല്ലുന്തോറും വഷളായി വരികയുള്ളൂ. ഇവിടെ നാളെ കഴിഞ്ഞിട്ടുള്ള വാഗ്ദത്വം, അടുത്ത വർഷത്തെ വാഗ്ദത്വം നിങ്ങൾ വിശ്വസിക്കണ്ട.
വലിയ കഷ്ടകാലമാണ് ഭൂമിയിൽ വരാൻ പോകുന്നത്. കർത്താവ് വരുന്നതിന് മുമ്പ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങി അവന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു നിക്ഷേപത്തിന് വേണ്ടിയും കാത്തിരുന്നിട്ടും യാതൊരു കാര്യവും ഇല്ല. ഇത് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ് എന്ന് വിചാരിച്ച് ആത്മവഞ്ചനയിലകപ്പെട്ട് വിശ്വാസമല്ലാതെ വേറെ എന്തെങ്കിലും മുറുകെ പിടിച്ചിട്ട് നമ്മൾ എത്ര വിശ്വാസികളായിട്ടും കാര്യമില്ല എന്ന് ആണ് ദൈവത്തിന്റെ ആത്മാവിന് നമ്മളോടെല്ലാം പറയാനുള്ളത്. ഒരു കോമൺ ഫെയ്ത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഉപവാസ അഭ്യാസങ്ങൾ. ഒരു കാര്യം സാധിക്കാൻ വേണ്ടി 10 ദിവസം 7 ദിവസം 20 ദിവസം, ഇത് ആരാ ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തെന്ന്? ഡോക്ടർമാർ 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് വെച്ചോളാൻ പറഞ്ഞ പോലെ വിടുതലില്ലാതെ നിരാശപ്പെട്ട് ചില ആൾക്കാർ ജീവിതകാലം മുഴുവൻ വിടുതലെടുക്കാൻ പാഞ്ഞടക്കുക. നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? വിടുതലൊക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞെന്നുള്ളതാണ്. കർത്താവ് ക്രൂശിൽ സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് അത്യാവശ്യമുള്ളതെല്ലാം അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി നേടിക്കഴിഞ്ഞു. വിശ്വസിച്ചാൽ നമ്മൾ അവനിലായിരിക്കും, ഇൻ ക്രൈസ്റ്റ് ജീസസ്. ആ ഫെയ്ത്ത്, ആ വാഗ്ദത്തം. ഞാൻ നിങ്ങളോട് ആ വാഗ്ദത്തത്തെക്കുറിച്ചും ആ ശരിയായ വിശ്വാസത്തെക്കുറിച്ചും പറയുക എന്നുള്ളതാണ് എന്റെ കടമ. കാരണം എന്റെ ഭാര്യയ്ക്കും കോവിഡാണ്, പോസിറ്റീവാണ്. എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ആദ്യം പരിശോധിച്ചപ്പോൾ നെഗറ്റീവ് ആയിരുന്നു. ഇനി അടുത്തൊരു പ്രസംഗം പ്രസംഗിക്കാൻ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. പക്ഷെ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഇത് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുവാനും വിശ്വാസത്തിന്റെ സ്ഥിരത പ്രാപിക്കുവാനും കഷ്ടതയുടെ ശോധന ദൈവത്തിന് നമുക്ക് അനുവദിച്ചു തരാനുള്ള അധികാരമുണ്ട്. അപ്പോൾ കോമൺ ഫെയ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഉപജീവന ചിന്തകളെ സംബന്ധിക്കുന്നതാണ്. എന്നാൽ കർത്താവ് ആ വക കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുതെന്നാണ്. കാരണം അവിടെ ഉത്കണ്ഠ, ഉപജീവന ചിന്ത എന്ന് പറയുന്ന അവിശ്വാസമാണ്. നമ്മുടെ പല പ്രാർത്ഥനകളും ബലം വർദ്ധിക്കുന്നത്, ഉപവാസം 7 ദിവസം ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം ഇരിക്കുന്ന അവിശ്വാസം കൊണ്ടാണ്, വിശ്വാസം കൊണ്ടല്ല. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ എന്റെ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, പപ്പ എനിക്ക് നാളെ ബ്രേക്ക്ഫാസ്റ്റ് തരണേ. ഞാൻ പറയും തരാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ, പപ്പ എന്താണ്? നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തരണം. തരാവിടെ. 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ, പപ്പ നാളെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ തരാമെന്ന് പറഞ്ഞല്ലോ. വൈകിട്ട് പിന്നെ, പപ്പ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പപ്പ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പപ്പ എനിക്ക് ബ്രേക്ക്. 25 പ്രാവശ്യം ഇവനിത് പറയുവാണെങ്കിൽ അത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാണോ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണ്? നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കി, എന്തുകൊണ്ടാണ് അത് പിന്നെ പിന്നെ ചോദിക്കുന്നത്? അപ്പന്റെ സ്വഭാവം അറിയാമോ? അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിലാണ് ഞാൻ വടിയെടുക്കുന്നത്. അപ്പോൾ എന്നേക്കാളും സ്നേഹമുള്ള സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരാതിരിക്കുവോ? അപ്പൊ അതിനു വേണ്ടി ഉപവാസം ഇരിക്കുന്നത് ശരിക്കും അവിശ്വാസമല്ലേ? അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ കർത്താവ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന നമ്മുടെ ഒരു പിതാവ് സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ പുറകെ നടന്ന് നടത്തണേ, ഇപ്പൊ സാധിക്കണം എന്ന് പറഞ്ഞ് ഉപവാസം എടുക്കുമ്പോൾ കർത്താവ് എന്തായിരുന്നു? മിണ്ടാതിരി, നീ എന്തിനാ എങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? നിനക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് നിനക്ക് അറിയത്തില്ല. നിനക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ തരാത്തത്. ആവശ്യമുള്ളതെല്ലാം കൃത്യമായിട്ട് തരുന്നുണ്ട്, അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതാ ദൈവം പറയുന്നത്. അത് നമ്മൾ കേൾക്കുന്ന പോലും ഇല്ല. നമ്മൾ റേഡിയോ തുറന്നു വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഇടയ്ക്ക് പറയുന്നുണ്ട്, മിണ്ടാതിരി, നിർത്ത്. 2 എക്സാമ്പിളുടെ പറയാം. ഇതെല്ലാം ഞങ്ങളുടെ സഭയോട് ചേർന്നുള്ള സഹോദരങ്ങൾ നടന്ന സാക്ഷ്യങ്ങളാണ്. ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ ഞാൻ സ്നാനപ്പെടുത്തി സ്നാനക്കുളത്തിൽ നിന്ന് കയറിയ ഉടനെ ഈ സഹോദരി, ഞാൻ സ്നാനം കഴിഞ്ഞ് ഒരു 5 പേരുടെ സ്നാനം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഈ സഹോദരി എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നട്ടലിന് ക്യാൻസറാണ്. അപ്പൊ ക്യാൻസറിനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ വിചാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. കാരണം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയുടെ കടമയാണ്, തീർച്ചയായിട്ടും വെച്ചു. പക്ഷെ അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല, ശരി പ്രാർത്ഥിക്കാന്ന് മാത്രമേ പറഞ്ഞത്.
പെട്ടെന്ന് സഹോദരനോട് പറഞ്ഞു, പാസ്റ്റർ എന്റെ ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ദെൻ ഐ വാസ് ഇൻട്രസ്റ്റഡ്. ഞാൻ തിരിഞ്ഞു ചോദിച്ചു എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, ഞാനിപ്പോ മരിച്ചാലും കർത്താവിന്റെ അടുത്തല്ലേ പോകുന്നു, എനിക്ക് അതിനെക്കുറിച്ച് വിഷമമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഈ വചനം വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. അതെനിക്കൊന്ന് ഗ്രഹിക്കാൻ, ഞാൻ ഇവിടുന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ എന്തൊക്കെ എന്നോട് പറഞ്ഞായിരുന്നേ എന്നൊന്ന് അറിയണമെന്ന് എനിക്ക് ആഗ്രഹം. ഇതെനിക്കൊന്ന് വെളിപ്പെട്ട് തരാൻ വേണ്ടി എനിക്കൊന്ന് പ്രാർത്ഥിക്കാൻ വന്നു. സത്യം പറഞ്ഞ ഞാൻ അവിടെ എനിക്ക് കരച്ചിൽ പോകും. ഞാൻ പറഞ്ഞു, ആന്റി സ്വർഗത്തിൽ ചെല്ലുന്നു ഒത്തിരി കാര്യങ്ങളെ ഓർത്ത് കർത്താവിനോട് നന്ദി പറയാനുണ്ടോ? അതിലൊന്ന് തീർച്ചയായിട്ടും രോഗസൗഖ്യമാകട്ടെ, കാരണം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ അതിനേക്കാൾ എല്ലാം ഉച്ചത്തിൽ ആന്റി സ്തോത്രം ചെയ്ത് തുള്ളിച്ചാടുന്നത് കർത്താവ് ഈ ക്യാൻസർ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രമായിരിക്കും. കാരണം ഇതില്ലായിരുന്നെങ്കിൽ റോമൻ കത്തോലിക്കത്തിയായ സഹോദരി ഒരിക്കലും യേശുക്രിസ്തുവിന്റെ നിത്യരക്ഷയുടെ സുവിശേഷത്തിലേക്ക് വരികയില്ല. God used that hook to save her. ആ ഹുക്കിട്ട് പിടിച്ചെടുത്തു. സ്വർഗത്തിലും പറയും, നീ എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് അവിടെ അലറി വിളിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യും. കാരണം ഇങ്ങനെയുള്ള കഷ്ടങ്ങളിലൂടെയാണ് നമ്മളുടെ വിശ്വാസത്തിന്റെ സ്ഥിരത നമ്മൾ പ്രാപിക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത ആ സ്വർഗത്തിന്റെ അവകാശം നമ്മൾ പ്രാപിക്കും. അപ്പോൾ രക്ഷാകരമായ വിശ്വാസം എന്ത് വിശ്വാസമാണ്? ഞാൻ കോമൺ ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞത് എല്ലാ മതങ്ങളിലുമുള്ള ഒരു കോമൺ ഫെയ്ത്ത് ആണ്. ഇത് നമ്മുടെ സഭയെ ഈ കോമൺ ഫെയ്ത്ത് എന്തുമാത്രം ഡൊമിനേറ്റ് ചെയ്യുന്നു, എന്തുമാത്രം നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നുള്ളതിന് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ന് പ്രത്യേകിച്ച് ആ പാട്ട് കേട്ടതിന്റെ പശ്ചാത്തലത്തിൽ എനിക്ക് അതിനെ കുറിച്ചൊരു സന്തോഷം കൂടെ ഉണ്ട്. ആ സന്തോഷം കൂടെ ചേർത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്നത് 1994 ഞാൻ സെക്കൻഡ് ഇയർ ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്. കോട്ടയത്ത് CMS കോളേജ് ഞാൻ പഠിച്ചു. ആ കാലഘട്ടത്തില്, അതായത് ഒരു 1994 കാലഘട്ടത്തില് ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പാട്ടുകൾ, അതായത് നമ്മളിപ്പോ ഒരു കടയിൽ പോയിട്ട് ഒരു ക്രിസ്ത്യൻ കാസറ്റുകളാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ടൈപ്പ് കാസറ്റ്. ഒരു കാസറ്റ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പാട്ട്, അതായത് ചർച്ചിൽ പാടുന്ന പാട്ടുകളല്ല, ഒരു 90s എയർലി 90s ഉള്ള പാട്ടുകൾ. നിങ്ങൾ അവിടുത്തെ ഹിറ്റ് പാട്ടുകൾ ഇന്ന് ഓർത്തിരിക്കുന്ന പാട്ടുകൾ എന്തൊക്കെയാ ഞാൻ പറയട്ടെ? സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, അല്ലെ? ആ കാലത്ത് ഇറങ്ങിയൊരു പാട്ടാണ്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ, അല്ലെ? വാനമേഘത്തിൽ കർത്താവ് വരും. അടുത്ത്, മൽപ്രിയനെ എന്നേശുനായകനെ എപ്പോൾ വരും. അടുത്തത്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. പാട്ടുകളാണ് എല്ലാ പാട്ടും. സിയോൻ യാത്രയതി, എല്ലാ സിയോൻ യാത്രയും, എല്ലാം പ്രത്യാശാഗാനം. ഇത് പള്ളിയിൽ പാടുന്ന പാട്ടുകളല്ല ഇതൊന്നും. ഇതൊക്കെ കാസറ്റ് വഴി കേൾക്കുന്ന പോപ്പുലർ പാട്ടുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. എല്ലാ പാട്ടിന്റെ അവസാനത്തെ സ്റ്റാൻസ്, അത് ആരാധനാഗീതമായാലും ഏത് പാട്ടായാലും ഓക്കെ, ഏത് പാട്ടായാലും അതിന് അവസാനത്തെ സ്റ്റാൻസ് പ്രത്യാശയെ കുറിച്ചായിരിക്കും. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നും സ്തുതിച്ചിടുവിൻ, ആരാധനാഗാനമാണ്. അതിന് അവസാനത്തെ സ്റ്റാൻസ്, കൺകൾ കൊതിച്ചിടുന്നേ ഉള്ളം തുടിച്ചിടുന്നേ നാഥാ നിന്നോടെ വരവിനായി. എല്ലാ പാട്ടും നിങ്ങൾ നോക്കിക്കോ, പഴയ പാട്ടുകൾ. എന്നാൽ 94 ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം ഇന്നേ വരെ 2021 വരെ ഒരൊറ്റ പ്രത്യാശാഗാനം പോലും ആരും പാടി ഹിറ്റാക്കിയിട്ടില്ല. അങ്ങനെ ഒരു പാട്ട് ഇറങ്ങിയിട്ടില്ല. അത്ഭുതമല്ലത്? ഇതിനിടയില് നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ഇത് ഇറങ്ങി വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് എല്ലാവരും ലോകത്തിലേക്ക് തിരിച്ചു വിട്ടു. ഒരാൾക്ക് സ്വർഗം വേണ്ട. അടുത്ത ജനുവരിയിൽ സംഭവിക്കാൻ പോകുന്ന വിടുതൽ, നാളെ കഴിഞ്ഞ് സംഭവിക്കാൻ പോകുന്ന വിടുതൽ, ഇതും നോക്കിയിരിക്കുന്നവൻ കർത്താവ് വരുന്ന നോക്കിയിരിക്കുവോ? ഇല്ല. പതുക്കെ പതുക്കെ പ്രത്യാശയുടെ നല്ല സ്വീകാരം നമ്മളങ്ങ് കൈവിട്ടു. എന്നിട്ട് നമ്മൾ ലോകത്തിന്റെ ചില മോഹങ്ങൾ മോഹിപ്പിക്കുന്നവരുടെ വലയിൽ വീണു. എന്നോട് 2003 ഒരു പ്രവാചകൻ പറഞ്ഞാണ്, 1.5 വർഷത്തിനുള്ളിൽ നിങ്ങൾ അമേരിക്കയിലായിരിക്കും. ഞാൻ അവരുടെ അപ്പം തന്നെ പറഞ്ഞു, ഒരിക്കലും ആയിരിക്കില്ല. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്താ അങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ ആയിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കില്ല? ഒന്നാമത് അമേരിക്ക അല്ല എന്റെ സ്വർഗം. അങ്ങോട്ട് എന്നെ കർത്താവ് വിളിച്ചില്ല.
പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, ഞാൻ പോയി പാസ്പോർട്ട് എടുക്കാനും പോകുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പോകും? എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചത്. ഇന്ന് പ്രവാചകന്മാർ വരുമ്പോൾ അവർ നമ്മളെ സന്തോഷിപ്പിക്കും, വിടുതലിനെ കുറിച്ച് മാത്രം പറയും. നാളെ സംഭവിക്കാൻ പോകുന്ന നന്മകളെ കുറിച്ച് മോഹിപ്പിക്കുന്നു. സ്വർഗത്തിലോട്ട് പോകുന്ന കാര്യം പോലും നമ്മുടെ തലക്കകത്ത് എടുത്തു മാറ്റും. ഇവിടെ കഷ്ടമുണ്ടെന്ന് അവർ പറയുന്നില്ല പ്രവചിക്കുമ്പോൾ, അല്ലാത്തപ്പൊക്കെ പറയുമായിരിക്കും. പക്ഷെ പ്രവചനത്തിലേക്ക് എപ്പോ കിടക്കുന്നു അപ്പോഴെല്ലാം വിടുതൽ, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ. വിച്ച് സ്പിരിറ്റ് ഈസ് ദാറ്റ്? ഏത് ആത്മാവിലാണ് സംഭവിക്കുന്നത്? എന്നോട് ഒരു പ്രവാചകൻ പറഞ്ഞാണ്, നിങ്ങൾക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവും. ഞാൻ പറഞ്ഞു, എനിക്ക് എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങിയേ പറ്റൂ, ജീവിച്ചു പോണ്ടേ. അദ്ദേഹത്തിന് ഒരു കാര്യം ചോദിച്ചു, ഒരു കാളവണ്ടി കയറിയാൽ എയറോപ്ലെയിനിൽ കയറിയാൽ ഒരുപോലെ ആയിരിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഒരു മണിമാളികയിൽ താമസിച്ചാലും ചെറ്റക്കൂരയിൽ കിടന്നാലും സമാധാനമായിട്ട് ഉറങ്ങാൻ കർത്താവ് വേണം. അപ്പോൾ എയറോപ്ലെയിനിൽ കയറുന്ന ദൈവഹിതമാണെന്നും അതിനുവേണ്ടി മോഹിക്കണമെന്നും എന്റെ ഉള്ളിൽ ഈ മോഹമിടാൻ നിങ്ങളെ ആരാണ് എന്റെ അടുത്ത് പറഞ്ഞു വിട്ടതെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. ആരായിരിക്കും? ക്രിസ്തുവിൻ്റെതല്ലാത്ത ഒരു രാജ്യത്തിന്റെ മഹത്വത്തെ നമുക്ക് കാണിച്ചു തരുന്ന ആരായിരിക്കും? വിവേചിക്കുന്നുണ്ടോ നിങ്ങൾ? ആത്മാവുള്ളവരല്ലേ നിങ്ങൾ? വിവേചിക്കുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിൻ്റെതല്ലാത്ത ഒരു മഹത്വം നിങ്ങളെ കാണിക്കുന്നുണ്ടെങ്കിൽ, ആ മഹത്വത്തെ കുറിച്ച് മോഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, അത് ഏതാത്മാവായിരിക്കും? ഈ ആത്മാവിനെ വിവേചിക്കാതെ, അല്ലെ? നമ്മുടെ സഹോദരിമാരോട് പ്രത്യേകിച്ച് ഇത് പറയാനുള്ള കാരണം, സഹോദരിമാർക്കാണ് ഭൂമി ലോകത്തെക്കുറിച്ച്, മക്കളെ കുറിച്ചുള്ള ഭാരം. പ്രത്യേകിച്ച് മക്കള്, ഭർത്താക്കന്മാർ മിക്കവാറും ഇപ്പം വിശ്വാസികളായിരിക്കില്ല പലരുടെ. അവരുടെ കുടുംബത്തിലെ ക്രൈസിസുകൾ കൂടുതൽ അതിന്റെ ബെയറിംഗ് ദ ബർണ്ട് എന്ന് പറയും, അത് സ്ത്രീകളാണ്. അവരുടെ ഫെയ്ത്ത്, പിന്നെ വേറെ പ്രശ്നമുള്ള സ്ത്രീകളുടെ ഫെയ്ത്തും പുരുഷന്മാരുടെ ഫെയ്ത്തും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷെ അതും ഈ സഹോദരിമാർക്ക് മനസ്സിലാവില്ല. അവർ അവിശ്വാസികളാണ് മിക്കവാറും സഹോദരിമാരും വിശ്വസിച്ചിരിക്കും. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഈ ഉത്കണ്ഠകൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ, ഈ ഭാരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ശുശ്രൂഷകർ മുതലെടുക്കുന്നത്. ഇപ്പൊ നാളെ വിടുതലെന്ന് കേൾക്കുമ്പോൾ ഒരു ആശ്വാസമാണ്. കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? ഉപജീവന ചിന്തകളിൽ കുരുങ്ങിയിട്ട് മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുന്നു എന്ന് മനസ്സിലാവും. കാരണം ഇന്ന് വിശ്വാസം, രക്ഷാകരമായ ദൈവവിശ്വാസം, പ്രത്യാശയുടെ നല്ല സ്വീകാരം എടുത്ത് കളയത്തക്ക രീതിയിൽ നമ്മളെ ആക്കിയത് ഉപജീവന ചിന്തകള്, നാളെക്കുറിച്ചുള്ള ഇൻസെക്യൂരിറ്റി, ഭയം. കേൾപ്പാൻ ചെവിയുള്ളവൻ, കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഓക്കെ, ഇനി ശരിയായ വിശ്വാസം എന്താണെന്ന് പോസിറ്റീവ്ലി നമുക്ക് സംസാരിക്കാം. എന്താണ് പ്രത്യാശയുടെ ഉറപ്പ്? സ്വർഗത്തിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചായിരുന്നു. നിങ്ങളുടെ ഉള്ളത്തോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കണം, ഇപ്പൊ വേണ്ട, പിന്നെ, കർത്താവെ നീ ഇന്ന് വന്നാൽ ഞാൻ സ്വർഗത്തിൽ പോകും, നിന്റെ കൂടെ വരുമോ? ഈ ഒരു ക്രൈസിസ് ഞാൻ 2013 13 അവസാനത്തോടെയാണ് കേരളത്തിൽ വന്നത്. അതിന് മുമ്പ് ആന്ധ്രയിൽ 10 വർഷം ഞങ്ങൾ മിഷൻ വർക്കിലായിരുന്നു. 2013 ഞങ്ങൾ കേരളത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ എന്താ പ്രസംഗിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ലായിരുന്നുകൊണ്ട് അബദ്ധത്തിലായിരിക്കണം ഒരു ചർച്ച എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളെ ദേശത്ത് മാനിക്കും, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കും, നിങ്ങളെ വാലല്ല തലയാക്കും, നിങ്ങളുടെ ആടുമാടുകളെയും ബിസിനസ്സിനെ അനുഗ്രഹിക്കും, നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കും. 100% വിശ്വാസമുള്ളവരൊന്ന് കൈവക്കാം. എന്റെ മുമ്പിലുള്ള സകല മനുഷ്യരും കൈവക്കി. പുറകിലോട്ട് തിരിഞ്ഞപ്പോൾ 2-3 പാസ്റ്റർമാരുണ്ട്, അവരെല്ലാം കൈവക്കി. ഇതെല്ലാം ഓൾഡ് ടെസ്റ്റാമെന്റ് വാഗ്ദത്തങ്ങളാണ്. അടുത്തൊരു ന്യൂ ടെസ്റ്റാമെന്റ് വാഗ്ദത്തം ഞാൻ അവരോട് ചോദിച്ചു. ഇപ്പോൾ സമയം 12:10 ഇവിടുത്തെ സമയം, അവിടുത്തെ സമയം എനിക്ക് ഓർമ്മയില്ല. 12:15 കർത്താവ് വന്നു. 100% ഞാൻ അവന്റെ കൂടെ പോയിരിക്കും എന്ന് ഉറപ്പുള്ള ഒരു കൈവക്കാം. 99.9 അല്ല, 100 ഔട്ട് ഓഫ് 100. ഓരോറ്റ മനുഷ്യനില്ലായിരുന്നു എന്റെ ഫ്രണ്ട്. പുറകോട്ട് നോക്കിയപ്പോ 2-3 പാസ്റ്റർമാരുണ്ട്, അവരെന്നെ നോക്കുന്നേ ഇല്ല, എന്നെ നോക്കുന്നേ ഇല്ല. ആശിക്കുന്നൊക്കെ ഉറപ്പാ, പക്ഷെ ആശിക്കുന്നൊക്കെ ഈ ഭൂമിയില. അത് തിരിച്ചറിയുന്നില്ല. വിശ്വാസം എന്ന് പറയുന്ന സാധനം തന്നെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള കാര്യം അറിയുന്നില്ല.
അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് വിശ്വാസത്തിന്റെ പരിശോധന, ആ എക്സാമിനേഷൻ ഇറ്റ്സെൽഫ് ഈസ് മോർ പ്രഷ്യസ് ദാൻ ഗോൾഡ്. ഇപ്പൊ നിങ്ങളുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആരുടെ എല്ലാം ഹൃദയത്തിൽ അത് പരിശോധിക്കപ്പെടുന്നുണ്ടോ അവരെല്ലാം രക്ഷപ്പെട്ടു. ഇത് പലരുടെ ഉള്ളിലും പരിശോധിക്കപ്പെടുകയില്ല. ഇയാൾ എന്താ പറയുന്നതെന്നുള്ള ചിന്തിച്ചാൽ പോയി. You allow the Holy Spirit to examine yourself, examine your faith. എന്റെ വിശ്വാസം എങ്ങനെയാ കർത്താവ് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. Will I be with you in heaven? ഈ ചോദ്യം ചോദിക്കാൻ ആത്മാവിനെ നമ്മൾ അനുവദിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടക്കാൻ പറ്റും. അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ പ്രാർത്ഥനയും ജീവിതവും പെർസ്പെക്റ്റീവും എല്ലാം മാറും. അപ്പൊ നമ്മുടെ നിലവിളി മാറും, നമ്മുടെ സന്തോഷങ്ങൾ മാറും, നമ്മുടെ സ്വഭാവം മാറും. ഓക്കെ, നമുക്ക് യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നോക്കാം. ആശിക്കുന്നതിന്റെ ഉറപ്പിനെ കുറിച്ച് മാത്രം പറയാൻ ഇന്ന് സമയമുള്ളൂ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം വേറൊരു സമയത്ത്. ഈ ആശ എന്ന് പറയുന്നത് എന്താ? എന്താണ് നമ്മുടെ പ്രത്യാശ? നമുക്ക് 2 വാക്യങ്ങൾ വായിക്കാം. റോമാലേഖനം 8:23, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3. ആദ്യം റോമാലേഖനം 8:23. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനു വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. 24-ാം വാക്യം. അപ്പൊ ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം, അതായത് തേജസ്കരണം. കർത്താവിന്റെ വരവിൽ നമ്മുടെ ശരീരം മഹിമാ ശരീരങ്ങളായി മാറുന്ന ആ തേജസ്കരണത്തിന് വേണ്ടി കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടു. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇറ്റ് ഈസ് ബൈ ദിസ് ഹോപ്പ്. ഈ പ്രത്യാശയാലല്ലോ എന്നുണ്ട്. മലയാളത്തിലെ ഈ ഇല്ല. തമിഴിലുണ്ട് ഇന്ത നമ്മക്കം. ഹിന്ദിയിലുണ്ട് ഇസ് ആശാസെ. എന്താണ് അപ്പൊ ആശ? ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചാൽ ഉടനെ ആരിലെല്ലാം ദൈവത്തിന്റെ ആത്മാവുണ്ടോ അവരുടെ എല്ലാം ഉള്ളിലുണ്ടാകുന്നത് എപ്പോ അമേരിക്കയിൽ പോകാം, എപ്പോ വിസ ശരിയാകും, എപ്പോ എന്റെ രോഗം മാറില്ല. നോ, നോട്ട് അറ്റ് ഓൾ. എങ്ങും പോയില്ലെങ്കിലും ശരീരത്തിന്റെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം എനിക്ക് വാഗ്ദത്തമായി ലഭിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകാനുള്ള ഞരക്കമാണ് പ്രത്യാശ. ഓക്കെ, ഈ പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം. ഒരു വാക്യമാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഒരു നിമിഷം, ഞാൻ വായിക്കാം. 2-ാം വാക്യം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയും. ഒരു ദിവസം നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആകും എന്ന് നാം അറിയും. അടുത്ത വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം. ഇപ്പൊ പ്രത്യാശ എന്തോ? ഒരു ദിവസം ഞാൻ യേശുവിനെ പോലെ ആകും, അംബാനിയെ പോലെ ആകുന്നല്ല, ഈ ലോകത്തിന്റെ ഒരു പ്രഭുവിനെ പോലെ ആകുന്നല്ല, ഇവിടെ ധാരാളം ധനവും ആരോഗ്യവും ഉള്ള ഒരാളായി മാറുന്നുള്ളതല്ല പ്രത്യാശ. അത് അതിമോഹം. പ്രത്യാശ എന്ന് പറയുന്നത് എന്റെ ഈ മർത്യ ശരീരം യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള ശരീരവുമായി അനുരൂപപ്പെടും. അവന്റെ വരവിൽ ഞാൻ അവനെ പോലെ ആകും, അവന്റെ മുഖത്ത് ഞാൻ നോക്കും, അന്നേരം ബോധം കിട്ടി വീഴില്ല, യോഹന്നാനെ പോലെ കമന്നടിച്ച് വീഴില്ല. അവന്റെ മുഖത്ത് ഞാൻ നോക്കും, കാരണം അവന്റെ തേജസ് എനിക്കും ഉണ്ടായിരിക്കും. ഇതാണ് പ്രത്യാശ. അടുത്ത വാക്യം പറയാം, അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഈ പ്രത്യാശയുടെ നല്ല സ്വീകാരം വേണം. സ്വർഗമാണ് എന്റെ വീടെന്നുള്ള ഉറപ്പ് വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയെ തള്ളിക്കളയാൻ പറ്റുള്ളൂ, ലോകം എന്റെ അല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ ലോകത്തിൽ കിടന്ന് ചാടാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ലോകത്തിൽ കിടന്ന് ചാടുക എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ച് വേറൊന്നുമല്ല. നമ്മൾ ഈ ഹിമാലയ പർവ്വതങ്ങളൊക്കെ കയറാൻ പോകുന്നവരെ ഒരു അതിനെന്താ പറയുന്നത്, ഒരു പിക്കാക്സ് പോലൊരു സാധനം, അതിന്റെ പേരെനിക്കറിയത്തില്ല, അതിങ്ങനെ എറിഞ്ഞ് പാറയിൽ ഉറപ്പിച്ചിട്ട് കയറിൽ തൂങ്ങി ആ
കയറിപ്പോകുന്നത്. അതിനൊറ്റൊരു ഹുക്ക് അല്ലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും നോക്കിയാൽ മതി, യൂട്യൂബിൽ അത് കാണാൻ പറ്റും. അതുപോലെ പ്രത്യാശ എന്നത് സ്വർഗത്തിൽ തിരശീലയ്ക്കപ്പുറത്ത് ഉറപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ കയറി മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അതല്ലാതെ അവിടെ അത് ഉറച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര ചാടിയാലും 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ പഴയ പോലെ ആവും. തീരുമാനം എടുക്കും, ചാടും, പഴയ പോലെ ആവും. തീരുമാനം എടുക്കും, ചാടും, പഴയ പോലെ ആവും. രക്ഷപ്പെടുകയല്ല. രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? വിശദീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പ്രത്യാശയുടെ ഹുക്ക് അവിടെ വീഴണം. അപ്പൊ പിന്നെ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് പ്രശ്നമില്ലാതാവും. ഈ ഭൂമിയുടെ ഓളങ്ങൾ ഇങ്ങനെ ഭൂമിയെ തള്ളുമ്പം നമ്മൾ ഈ പ്രത്യാശയുടെ നങ്കൂരത്തിൽ പിടിച്ച് അപ്പുറത്തെയാണ്. ഇതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ ഉറപ്പാണ്, ഈ പ്രത്യാശയുടെ ഉറപ്പാണ് വിശ്വാസം. ഈ പ്രത്യാശ എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഹൗ ഈസ് ദിസ് ഹോപ്പ് ജനറേറ്റഡ് ഇൻ us? ആ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. എബ്രായ ലേഖനം 6-ാം അധ്യായം. ആറാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഓക്കെ, 13 മുതൽ വായിക്കേണ്ടതാണ്, നിങ്ങൾ വായിച്ചാൽ മതി സ്വസ്ഥമായിട്ട്. 18 മുതലുള്ള വാക്യം, 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. അതുകൊണ്ട് ദൈവം, ഏതുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രഹാമിന്റെ കഥ അവിടെ പറയും. എബ്രഹാം ദൈവത്താൽ ഒരു വാഗ്ദത്തം പ്രാപിച്ചായിരുന്നു. ഏതായാലും ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് വന്നിട്ട് എബ്രഹാമിനെ കുറിച്ച് 2 വർത്താനം പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം പലപ്പോഴും ഉണ്ടാകും. കാരണം പഴയ നിമിത്തം എന്തെങ്കിലും കേൾക്കുമ്പോൾ ഒരു ത്രില്ലുള്ളൂ. ഇരിക്കട്ടെ, എബ്രഹാം തന്നെ ആയിക്കോട്ടെ. എബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പം അവൻ 75 വയസ്സ് പ്രായം. അവനോട് കർത്താവ് ഒരു ആണയോടുകൂടി ഒരു വാഗ്ദത്തം കൊടുത്തു. ആണ എന്ന് പറയുന്ന ഒരു ഓർഡർ ആയിരുന്നു. എബ്രഹാമിനോട് ഒരു പ്രോമിസ് കൊടുക്കുമായിരുന്നില്ല, ഇതൊരു ആണയെ കൊടുത്തു. അതായത് നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ആകുമെന്ന് വാഗ്ദത്തം ചെയ്യുകയല്ല ചെയ്ത്, കൽപ്പിക്കുക ചെയ്തു. ഈ പാസ് ദ നോഡ്. അങ്ങനെ അവനോട് കൽപ്പിച്ചു എന്നാണ്. ഉൽപ്പത്തി 15:5 ആണ്. പക്ഷെ എബ്രഹാമിന് ഓൾറെഡി 75 ഇയേഴ്സ് ആയി. 100 ഇയേഴ്സ് ആയപ്പോഴാണ് കുഞ്ഞുണ്ടാവുന്നത്. കുഞ്ഞുണ്ടായ ശേഷം ഒരു 118 വയസ്സായപ്പം, ഇബ്രഹാമിന് 118 വയസ്സായപ്പം ഏകദേശം, കർത്താവോട് പറയണ ഈ കുഞ്ഞിനെ നീ യാഗം കഴിക്കണം, ഈ മകനെ യാഗം കഴിക്കും. ഇപ്പം ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ ആകാൻ ആകെ ഉള്ളതാരാ? ഇസ്മായിലായ പോരാ. കാരണം എബ്രഹാമിനോട് ദൈവം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ഏകജാതനായ ഇസ്ഹാക്ക്, ഒറ്റ ജാതനെ മാത്രമേ കർത്താവ് കരുതിയിട്ടുള്ളൂ, അത് ഇസ്ഹാക്കാണ്. ആ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണം. അപ്പൊ ഈ വാഗ്ദത്തം എബ്രഹാം ഒന്നും മടിച്ചില്ല. 118-ാമത്തെ വയസ്സിൽ വാഗ്ദത്തം തലയ്ക്ക് മുകളിൽ കിടക്കുന്നു. ആകെയുള്ള ഇസ്ഹാക്കുമായിട്ട് യാഗം കഴിക്കാൻ പോകുമ്പോൾ എബ്രഹാമിന്റെ കയ്യിൽ ഒന്നുമില്ല. സാറ മരിക്കാറായി, എബ്രഹാമിന് വാർദ്ധക്യമായി. അപ്പോൾ യാഗം കഴിക്കാൻ പോകുമ്പോൾ എബ്രഹാമിന്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ആ ഫെയ്ത്ത് എന്തായിരുന്നു എന്ന് പൗലോസ് നമ്മോട് പറഞ്ഞു തരുന്നത് റോമാലേഖനം 4:17 മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിലും. അതായത് വാഗ്ദത്തം പാലിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യും? ഒന്നുകിൽ ഇസ്ഹാക്കിനെ മരിച്ചവരിൽ എഴുന്നേൽപ്പിക്കും. കാരണം അത് ഓർഡർ ആയിട്ടിട്ടിരിക്കുക, ആണായിട്ടിരിക്കുക. അല്ലെങ്കിൽ ഇല്ലാത്തടത്ത് നിന്ന് ദൈവം എനിക്ക് മക്കളെ തരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കല്ലുകളിൽ നിന്ന് വേണമെങ്കിൽ എബ്രഹാമിന് മക്കളെ കൊടുക്കാമായിരുന്നു. അത്ര ഭയങ്കരമായിരുന്നു എബ്രഹാമിന്റെ ഫെയ്ത്ത്. അതുകൊണ്ടാണ് യാഗം അർപ്പിക്കാൻ കൊണ്ടുപോയത്. വാഗ്ദത്തങ്ങളിൽ സംശയിക്കാഞ്ഞതുകൊണ്ടാണ് യാഗം അർപ്പിക്കാൻ. അത് മാത്രമല്ല എബ്രഹാമിന്റെ യാഗത്തിന്റെ പ്രത്യേകത. 2 പിള്ളേരുണ്ടാകുമ്പോൾ അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കാൻ നമുക്ക് പാടാം. 5-6 പിള്ളേരുണ്ടെങ്കിൽ പറയാനുമില്ല. അത്രയും പേര് എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്ത് പ്രയാസമാണ്. അവർക്ക് സെറ്റിൽ ചെയ്യാൻ വീട്, അത് ഇത്, പരാധീനതകൾ ഒരിക്കലും തീരുന്നില്ല. എബ്രഹാമിനോട് പറഞ്ഞേക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പിള്ളേരുണ്ടാവും. എന്ത് ചെയ്യും? എത്ര വീടുണ്ടാക്കും, എത്ര പട്ടണം ഉണ്ടാക്കും, എത്ര അപ്പാർട്ട്മെന്റ് ഉണ്ടാക്കും? എബ്രഹാം തീരുമാനിച്ചു, ഇത്രയും പിള്ളേരെ ദൈവം തരുന്ന എന്റെ കഴിവുകൊണ്ടല്ല. 118-ാം വയസ്സിൽ കാർന്നോ 2 പേരും മരണശൈലിയിലോട്ട് കിടക്കുമ്പോൾ ദൈവം മക്കളെ തന്ന ദൈവമാണ് തരുന്നത്. അപ്പോ ഇത്രയും മക്കളെ ദൈവം തരുമെങ്കിൽ ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരവും കൂടെ അതിന്റെ കൂടെ കാണും. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ടെന്റ് മതി എന്ന് എബ്രഹാം തീരുമാനിച്ചു. ആലോചിച്ച് നോക്കിയാൽ ഫെയ്ത്ത് എന്താ അവനിൽ പ്രൊഡ്യൂസ് ചെയ്ത്? വാഗ്ദത്വത്തോടു കൂടിയുള്ള വിശ്വാസം വന്നപ്പോൾ എബ്രഹാം എന്ത് തീരുമാനിച്ചു? അവൻ ലോകത്തിന്റെ ആളല്ലാതായി മാറി.
അതായത് അവൻ ഈ ലോകത്തിൽ ഒന്നും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട, ടെന്റ് മതി. കനാനിൽ ചെന്നപ്പോൾ അവൻ അറിയാം കനാനിലൊന്നും ആകാശ നക്ഷത്രങ്ങളുള്ള പിള്ളേരെ വഹിക്കാൻ പറ്റില്ല. അതിന് ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ള ഒരു നഗരം ഉണ്ടാകും, അത് ദൈവം കരുതിക്കൊള്ളും എന്നവൻ വിശ്വസിച്ചിട്ട് അവിടെ വീട് പണിയാതെ ടെന്റ് അടിച്ച് താമസിച്ചു. എന്നിട്ട് പറയാണ് 17-ാം വാക്യത്തിൽ പറയാണ്, അപ്രകാരം അതുപോലെ നമുക്ക് വാഗ്ദത്തം തരുന്നത് എങ്ങനെയാന്ന് നോക്കി. അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് കാണിപ്പാൻ ഇച്ഛിച്ച ഒരാണയാൽ ഉറപ്പ് കൊടുത്തു. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ വാഗ്ദത്വവും ഒരാണയാണ്. അങ്ങനെ നമ്മുടെ മുൻപിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ, കണ്ടോ, ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രത്യാശ ഇരിപ്പുണ്ട്, പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ഉപജീവന ചിന്തകൾ ട്യൂമാരെല്ലാവരോടും നമ്മുടെ പ്രത്യാശ എടുത്ത് കളഞ്ഞു. ഇതിപ്പോ കിട്ടുന്നില്ല പിടിച്ചിട്ട്. ഇപ്പൊ എത്ര പ്രത്യാശയോടെ ജീവിക്കണം തീരുമാനം എടുത്താലും കുറച്ചു നേരം കഴിയുമ്പം ഉപജീവന ചിന്തകൾ വരും. പിന്നെ വിടുതലിന് വേണ്ടി എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങും. എതിരേലും പോട്ടെന്ന് പറ, ധൈര്യം ഉണ്ടോ പറയാൻ? കർത്താവ് അറിയാതെ എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ഒരു തലമുടിനാര് പോലും കർത്താവ് അറിയാതെ താഴെ വീഴുക. പിശാചിന് ഒന്ന് ചുമ്മാ നമ്മളെ അങ്ങ് കൈകാര്യം ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന് ചില ആൾക്കാർക്ക് പിശാചിനാണ് ദൈവത്തെക്കാളും വിശ്വാസം. ഭയങ്കര പോരാട്ടമായിരുന്നു പറയുന്നത്. ആര്? പിശാച്. അപ്പൊ പിശാച് പറയാം, കണ്ടോ ഇപ്പൊ എന്തൊക്കെ അല്ലാണ്ടിരുന്ന് എനിക്ക് ശക്തിയാന്ന് പറയുന്നത്. ഈ ശക്തിയും ബലവും ബഹുമാനവും കൊടുക്കുന്ന ദൈവത്തിന്, ഇത് ദൈവത്തിന് കൊടുക്കില്ല, പിശാചിന് ഭയങ്കര ശക്തിയാന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും വർഷിപ്പ് പിശാചിന് കൊടുക്കുമല്ലേ? ബലവും ബഹുമാനവും, ശക്തിയും ബലവും ബഹുമാനവും മഹത്വവും സ്വീകരിപ്പാൻ ആരെ യോഗ്യനായിട്ടുള്ളൂ? കുഞ്ഞാട് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ. അവന്റെ കാൽക്കൽ ഞെരിഞ്ഞു പോയ ഒരു സാത്താൻ അവിടെ ശക്തിയാണ്, സാത്താൻ പോരാടുന്നു, പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് പകരം സാത്താനെ മഹത്വപ്പെടുത്തുക. അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം, പക്ഷെ അവൻ ശക്തനാന്ന് പറയരുത്. ദൈവമാണ് ശക്തൻ. നിങ്ങളുടെ കൂടെ ഉള്ളവൻ ലോകത്തിലുള്ള എല്ലാവരെക്കാളും വലിയവൻ. ഇവിടെ ഒരു പോരാട്ടവുമില്ല, ഒന്നുമില്ല. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതെന്താന്ന് പിന്നീട് പറയാം. സാത്താനുണ്ട്, അവന്റെ തന്ത്രങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോകാതിരിക്കാനാ പോരാടുന്നത്. നമ്മൾ ഒരു കാലത്ത് നടന്ന, എഫെസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിലുണ്ട്, ഒരു കാലത്ത് നടന്ന ആ ആകാശത്തിന്റെ അധികാരിയുടെ ശബ്ദങ്ങളുണ്ടല്ലോ, തത്വങ്ങൾ, അതാ നമ്മളോട് ഇന്നും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ബി അവെയർ ഓഫ് ഹിസ് ട്രിക്സ്. അവന് ശക്തി ഉണ്ടെന്ന് ഒരിക്കലും പറയരുത്. അവൻ സൂത്രക്കാരനാണ്, അതേ പറയാം. കാരണം നമ്മൾ എതിർത്ത് നിന്നാൽ ഓടിപ്പോകാവുന്ന ശക്തി അവനുള്ളൂ. ഇത് എത്ര ശാസ്ത്രാലും പോകില്ല. പോരാട്ടമാണ്. നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിച്ചപ്പോ പാമ്പിനെ കണ്ടു. പാമ്പിനെ കണ്ടയാൾ എടുത്ത് കളഞ്ഞിട്ട് അവിടെ ഇറങ്ങാവുള്ളൂ. അല്ലെ അവർ ജീവിതത്തിൽ നാളെ കാല് തട്ടി ഉടനെ അത് പാമ്പാന്ന് പറഞ്ഞോണ്ട് ജീവിതത്തിൽ വിടുതലുണ്ടാവില്ല. അവർ അടിമയായി പോവാ. ഇപ്പൊ നിങ്ങളൊരു വീട്ടിൽ ചെന്നിട്ട് പറയാണ്, നിങ്ങളെ സിസ്റ്ററെ പ്രാർത്ഥിച്ചോണേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഒരു പാമ്പിനെ കണ്ടു. ആരാ കണ്ടത്? ഇവരാ. എന്നാ പിന്നെ എടുത്ത് കളഞ്ഞിട്ട് പോണ്ടേ? എടുത്തു കളയാതെ പോയാൽ നാളെ അവർക്കൊരു പനി വന്നാൽ പറയും പാമ്പ് കാരണം, ഇതെങ്കിലും ഡോക്ടർ വിചാരിച്ചാലൊന്നും പോകില്ല, ഞങ്ങൾക്കൊരു വിടുതലുമില്ല. അങ്ങനെ അടിമത്തത്തിൽ കിടക്കുന്നവരെ ഈ കൂടെ കാണും. കർത്താവിനേക്കാൾ വലിയ പിശാചം അതെവിടുന്ന് വന്നു? ഓക്കെ, അടുത്ത വാക്യം ഇങ്ങനെയാണ്. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം. ശരണത്തിനായിട്ട് ഈ പ്രത്യാശ പിടിച്ചുകൊള്ളാൻ നമ്മൾ എന്ത് ചെയ്യണം? ശരണത്തിനായിട്ട് കർത്താവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണം. അപ്പൊ എന്ത് സംഭവിക്കും? മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയുവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കാനുള്ള വരുന്നു. അപ്പം സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം തരേണ്ട ഒരു ശക്തിയുള്ള പ്രബോധനമുണ്ട്. അത് അടുത്ത വർഷം വിടുതൽ എന്ന് പറയുന്ന പോലത്തെ ഒരു പ്രബോധനമല്ല. അത് സ്വർഗത്തിലെ ദൈവം ആണയിട്ട് ഉറപ്പിക്കുന്ന പ്രത്യാശയുടെ വാഗ്ദത്തം വിശ്വാസത്താൽ സ്വീകരിച്ചാൽ നിങ്ങൾ വിടുതൽ പ്രാപിക്കും. അതല്ലെങ്കിൽ എന്നും ഇവിടെ ഈ ചാടാൻ മാത്രമേ പറ്റുള്ളൂ. ആ പ്രത്യാശയുടെ വാഗ്ദത്തം ദൈവം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറയാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ സ്ഥാപിച്ച് ഉറപ്പിക്കപ്പെട്ട് നൽകപ്പെടുന്നു. 19-ാം വാക്യം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിന് ഒരു നങ്കൂരം തന്നെ. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, ആ നങ്കൂരം ഇട്ടാൽ മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ വിടുതലെടുത്ത് രോഗം മാറി, തലവേദന മാറി, അടുത്ത ദിവസം വയറുവേദന വരും. വയറുവേദന മാറ്റുന്നതിനായിട്ട് സ്തോത്രം വയറുവേദന മാറി. അടുത്ത ദിവസം കടഭാരം. കടഭാരം മാറ്റുന്നതിനായിട്ട് സ്തോത്രം. ഒരു പ്രാവശ്യം ചാടി, തിരിച്ചു വന്നു, ചാടി തിരിച്ചു വന്നു. പ്രത്യാശയുടെ നങ്കൂരം ഇട്ടാലോ ഇവിടെ എന്ത് സംഭവിച്ചാലും, എത്ര ഓളങ്ങൾ തള്ളിയാലും നമ്മുടെ രാജ്യത്തിന്റെ നിക്ഷേപം സ്ഥിരമാണ് എന്നുള്ളത് കൊണ്ട് നമ്മളുടെ ധൈര്യം ഒരിക്കലും ആർക്കും എടുത്തു കളയാൻ പറ്റില്ല. അടുത്ത വാക്യം, അത് നിശ്ചയവും സ്ഥിരവും
തിരശ്ശീലയ്ക്കകത്തേക്ക് പ്രവേശിക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻകൂട്ടി പ്രവേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാലാണ് ഈ പ്രത്യാശ ഉറപ്പിക്കപ്പെടുന്നതെന്നും അത് ടൈം എന്ന തിരശ്ശീലയുടെ അപ്പുറത്തേക്ക് കടന്നു ചെല്ലുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഒരു ഹുക്കുണ്ട്, നമുക്ക് അവിടെ ഇട്ടിട്ടാണ് ഈ നങ്കൂരം ഉറപ്പിച്ചേക്കുന്നത്. ആ നങ്കൂരത്തിൽ പിടിച്ചാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അവിടെ എന്താണ് ഹുക്ക് എന്നറിയോ? തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നമ്മുടെ കർത്താവുണ്ട്, അതാണ് നമ്മുടെ ഹുക്ക്. അവനിലാണ് നമ്മുടെ പ്രത്യാശ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി എന്താണ് ഈ 2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. എന്താണ് ഈ 2 കാര്യങ്ങൾ? അവിടെ പറഞ്ഞിരിക്കുന്ന തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള മഹാപുരോഹിതന്റെ കാര്യമാണ്. ഈ മഹാപുരോഹിതൻ ചെയ്ത 2 കാര്യങ്ങളാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത്, നമുക്ക് പ്രത്യാശ തരുന്നത്. ഒന്ന്, അവൻ നമുക്ക് പകരം അവൻ യാഗം കഴിച്ചു. അവന്റെ ശരീരത്തെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവ് യാഗം കഴിച്ചു. എബ്രായ ലേഖനത്തിൽ പറയുകയാണ്, ഒരൊറ്റ യാഗത്താൽ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന യാഗങ്ങളാലല്ല, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന കുർബാനകളാലല്ല, ഒരിക്കലായി കാൽവരി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ആ ശരീരയാഗത്താൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് മറുവിലയായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അത് നമ്മുടെ കട്ടളക്കാലിലും കുറുമ്പടി മേലും ഇവിടെ വണ്ടിയുടെ മേലും ആൾക്കാരുടെ മേലും തളിക്കാൻ നമ്മളെ തന്നു വിട്ടിട്ടില്ല. അതൊരിക്കലായി കർത്താവ് എവിടെ അർപ്പിച്ചു? നിത്യകൂടാരത്തിൽ അർപ്പിച്ചു. നമ്മുടെ ആത്മാക്കൾക്ക് വിലയായി, റാൻസമായി അവൻ അവന്റെ രക്തത്തെ അവിടെ അർപ്പിച്ച് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ദാറ്റ്സ് ഡൺ ഡീൽ. വിശ്വാസമുണ്ടോ? കർത്താവ് നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയെന്ന്, ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് അവൻ സൽഗുണപൂർത്തി വരുത്തിയിട്ടുണ്ടെന്ന്. അതാണ് ഒന്നാമത്തെ കാര്യം. ദൈവത്തിന് മാറിപ്പോകാത്തതും ബോഷ്ക്ക് പറയാൻ കഴിയാത്തതുമായ ഒന്നാമത്തെ കാര്യം പൗരോഹിത്യം. മഹാപുരോഹിതനായ ക്രിസ്തു തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശിച്ച് നമുക്ക് ഇട്ടുതരുന്ന ആ നങ്കൂരം ഈ 2 കാര്യങ്ങളാൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, അവൻ നമുക്ക് പകരമായി യാഗമായി തരും. 2, മഹാപുരോഹിതൻ ചെയ്യുന്ന 2ാമത്തെ കാര്യം എന്താണ്? എബ്രായ ലേഖനം 7:24 ആ 2ാമത്തെ കാര്യം അവിടെ പറയുന്നുണ്ട്. അത് ഞാൻ വായിക്കാം, നിങ്ങൾ വായിക്കണ്ട, എടുത്തോളൂ. അതിന് മുമ്പിലുള്ള വാക്യം കൊണ്ട് ചിലപ്പോൾ വായിക്കേണ്ടി വരുമായിരിക്കാം. 6-ാം അധ്യായത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കാം. 22 തൊട്ട് വായിക്കാം. ആണ് കൂടാതെ അല്ല എന്നതിനൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയെ തീർന്നിരിക്കും. ഇതാണ് ആണയെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആണയെക്കുറിച്ചാണ്. ആണയോട് കൂടിയുള്ള വാക്യം. മരണനിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരിക കൊണ്ട് പുരോഹിതന്മാരായി തീർന്നവർ അനേകരാകുന്നു. അപ്പം ലോകത്തിലുള്ള പുരോഹിതന്മാർ ഇങ്ങനെ വന്നും പോയി നിന്നു. കാരണം അവർക്കൊന്നും ആണയിടാൻ പറ്റിയില്ല. കാരണം അവർ തന്നെ ജീവിച്ചിരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ആണയിടും? 24-ാം വാക്യം, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമായിരിക്കുന്നു പ്രാപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നങ്കൂരത്തിന്റെ പ്രത്യേകത എന്താ? തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് കിടന്ന മഹാപുരോഹിതന്റെ പ്രത്യേകത എന്താ? അവൻ ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. അവന്റെ വാഗ്ദത്തം മാറുന്നില്ല. അടുത്ത വാക്യം 25-ാം വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ദാറ്റ് മീൻസ് ഈ സമയത്ത് കർത്താവ് തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ഇടമുറിയാതെ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിതാവ് ഒരിക്കലും ആ പ്രാർത്ഥനയെ ബൈപ്പാസ് ചെയ്യുന്നില്ല. ഇതാണ് പ്രത്യാശയുടെ നങ്കൂരം. ഉറപ്പുണ്ടോ? ഇപ്പം ലോകത്തിൽ ആരുടെ പ്രാർത്ഥന പിതാവ് കേട്ടില്ലെങ്കിലും പുത്രന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല. എന്റെ പ്രത്യാശ അതാണ്. പുത്രൻ അവിടെ ചെന്ന് പറയുന്നുണ്ട്, ചെയ്സിനെ ഇവിടെ എത്തിക്കണേ കർത്താവെ, ഞാൻ അവന് വേണ്ടിയാണ് മരിച്ചത് പിതാവെ. ആ പ്രാർത്ഥനയാണ് എന്റെ നങ്കൂരം. അത് തിരശ്ശീലയ്ക്കപ്പുറത്ത് മഹാപുരോഹിതൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അവിടെ എനിക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ എന്ത് സംഭവിച്ചാലും, ബന്ധങ്ങളില്ലാതായാലും, ഭാര്യ ഉപേക്ഷിച്ചാലും, ഭർത്താവ് ഉപേക്ഷിച്ചാലും, ഇവിടെ റോഡിലോട്ട് ഇറങ്ങേണ്ടി വന്നാലും, രോഗം വന്നാലും, മരിച്ചു പോയാലും, ജീവിച്ചിരുന്നാലും, പെർസിക്യൂഷൻ വന്നാലും, കോവിഡ് വന്നാലും, എന്ത് വന്നാലും ആർക്കും എടുത്തു കൂടാനാകാത്ത ഒരു അവകാശത്തിലേക്ക് കർത്താവിനെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നതിനാൽ നമ്മൾ ഇതിലെല്ലാം അവകാശികളും ജയാളികളുമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ മറ്റു വിഷയങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കണ്ടേ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കാം. പ്രാർത്ഥിക്കണം. എല്ലാ വിഷയങ്ങളും നമുക്ക് ദൈവത്തിന് മുമ്പിൽ വെക്കാം. പക്ഷെ പിടിച്ചു ചോദിച്ച് നിലവിളിച്ച് ചോദിക്കേണ്ട അവന്റെ ആത്മാവിനെയാണ്. ആത്മാവിന്റെ നിറവിൽ ക്രിസ്തുവിന്റെ ജീവൻ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ നിലവിളിച്ച് കരഞ്ഞ് കർത്താവിന് മുമ്പിൽ കിടക്കേണ്ടത്. ബാക്കി കാര്യമൊക്കെ കർത്താവ് നോക്കിക്കോളും. അവൻ നോക്കിയില്ലെങ്കിൽ വേണ്ട. നമുക്ക് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് ആ സ്ഥിരമായ വിശ്വാസത്തിനു വേണ്ടി പോരാടുവാൻ ദൈവം നിങ്ങൾ എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ നാമത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷ ഉറപ്പിച്ചു തരുവാനും ആ നങ്കൂരത്തിൽ കർത്താവെ ഞങ്ങളെ രക്ഷിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് പ്രത്യാശയുടെ നല്ല സ്വീകാരം ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് സ്തോത്രം. ഇന്ന് വിശ്വാസത്തിന് വരുന്ന എല്ലാ ഇടർച്ചകളിൽ നിന്നും ഈ ജനത്തെ രക്ഷിച്ച് കർത്താവ് അങ്ങേക്ക് കൊള്ളാവുന്ന പ്രസാദമുള്ള കർത്താവ് നിത്യജീവനെ അവകാശമാക്കിയ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്ന നിത്യരക്ഷയുടെ നിയമപ്രമാണത്തെ ഉറ്റുനോക്കി രക്ഷ പ്രാപിക്കുന്ന വിശ്വാസത്താൽ കൃപയാൽ നീതീകരിക്കപ്പെടുന്ന അങ്ങയുടെ മക്കളാക്കി കർത്താവെ വിശ്വാസത്തിൽ കുറവുള്ളവരെയും എല്ലാവരെയും അങ്ങ് വീണ്ടെടുക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ റിഡംറ്റീവ് ഗ്രേസിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.